പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ചോദനത്തിൻ്റെ വില ഇലാസ്തികത എങ്ങനെ കണ്ടെത്താം? വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്: എ കൺസ്യൂമർ ബോട്ട് 5 kilogram ഓഫ് ആപ്പിൾ അറ്റ് എ പ്രൈസ് ഓഫ് 13 per kilogram. But when the price increased to 14, he bought only 2 kilogram. Calculate price elasticity of demand. അതായത് ഒരു ഉപഭോക്താവ് അദ്ദേഹം 5 കിലോഗ്രാം ആപ്പിൾ 30 രൂപ കിലോയ്ക്ക് 30 രൂപ എന്ന നിരക്കിൽ അദ്ദേഹം 5 കിലോ ആപ്പിൾ വാങ്ങുകയാണ്. എന്നാൽ ഈ ആപ്പിളിൻ്റെ വില 40 ഉയർന്നപ്പോൾ അദ്ദേഹം 2 കിലോ മാത്രമേ വാങ്ങുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തിൻ്റെ വില ഇലാസ്തികത കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്ന ഇക്വേഷനാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ്. ഇതാണ് ഡെൽറ്റ ക്യൂ ഡിവൈഡ് ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദനത്തിൻ്റെ വില ഇലാസ്തികത കണ്ടെത്താനുള്ള ഇക്വേഷൻ. അപ്പോൾ എന്താണ് ഈ പി, എന്താണ് ഈ ക്യൂ എന്നൊക്കെ നമുക്ക് നോക്കാം. പി എന്ന് വെച്ചാൽ എന്താണ്? അവിടുത്തെ പ്രൈസ് ആണ്, വിലയാണ്. എന്നാൽ ക്യൂ എന്ന് പറഞ്ഞാൽ ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അളവിനെ സൂചിപ്പിക്കുന്നു. ഡെൽറ്റ പി എന്നാൽ ചേഞ്ചസ് ഇൻ പ്രൈസ് ആണ്, വിലയിൽ വന്ന മാറ്റമാണ് ഡെൽറ്റ പി. ഡെൽറ്റ ക്യൂ എന്താണ്? ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി, അളവിൽ വന്ന മാറ്റത്തെയാണ് ഡെൽറ്റ ക്യൂ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ വില പ്രൈസ് തന്നിരിക്കുന്നത് എത്രയാണ്? 30 അല്ലേ? അതുപോലെ തന്നെ ക്വാണ്ടിറ്റി അളവ് തന്നിരിക്കുന്നത് എത്രയാണ്? 5. ഡെൽറ്റ പി എന്താണ് തന്നിരിക്കുന്നത്? ചേഞ്ചസ് ഇൻ പ്രൈസ്, വിലയിൽ വന്ന മാറ്റം അല്ലേ? 30 രൂപയായിരുന്നു, അത് 40 മാറിയിട്ടുണ്ട്. അപ്പം 40 - 30 ചെയ്യുന്നതാണ് ഡെൽറ്റ പി അല്ലെങ്കിൽ ചേഞ്ചസ് ഇൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 10. അടുത്താണ് ഡെൽറ്റ ക്യൂ, ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി, അളവിൽ വന്ന മാറ്റം. 5 കിലോഗ്രാം ആപ്പിളായിരുന്നു ആദ്യം വാങ്ങിയിരുന്നത്, പിന്നീട് അത് 2 കിലോഗ്രാം ആയിട്ട് കുറയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ 5 കിലോഗ്രാം മൈനസ് 2 kg എത്ര കിട്ടി? 3 ആൻസർ വരുന്നത്. അപ്പോൾ ഇനി ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഡെൽറ്റ ക്യൂ എത്ര വന്നു? 3 അല്ലേ? അപ്പം 3 ഡിവൈഡഡ് ബൈ ഡെൽറ്റ പി എത്ര ആണ്? പ്രൈസിൽ വന്ന മാറ്റം 10 അല്ലേ? അപ്പം 3 ഡിവൈഡ് ബൈ 10 ഇൻറ്റു പ്രൈസ് എത്ര ആയിരുന്നു ആദ്യം തന്നിരുന്നത്? അത് 30 അല്ലേ? അപ്പം 30 ഡിവൈഡ് ബൈ ക്വാണ്ടിറ്റി അവിടെ എത്ര ആയിരുന്നു ആദ്യം? 5 ആയിരുന്നു. നോക്കിയേ, 3 ഡിവൈഡ് ബൈ 10 ഇൻറ്റു 30 ഡിവൈഡ് ബൈ 5. ഈ 30നെയും 5നെയും നമുക്ക് വെട്ടാം. അപ്പം 30നെ 5 കൊണ്ട് വെട്ടപ്പോൾ എത്ര കിട്ടി? 6. 3/10 ഇൻറ്റു 6 എന്ന് എഴുതി. ഓക്കെ, ഇനി ന്യൂമറേറ്ററിലോട്ട് നോക്കിയേ. 6 ഇൻറ്റു 3 18 അപ്പോൾ 18 ഡിവൈഡ് ബൈ 10 എത്ര കിട്ടി? 1.8 ആണ് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഇവിടെ ഇലാസ്റ്റിസിറ്റി അല്ലെങ്കിൽ ഇലാസ്തികത എന്താണ്? 1നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ E > 1 എന്ന് എഴുതുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ചോദനത്തിന്റെ വില ഇലാസ്തികത അല്ലെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് കണ്ടെത്തുന്നത്.